നമസ്കാരം, മൈസെൽഫ് അബ്ദുൾ റഷീദ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 2021 റിവിഷനിലെ മൊഡ്യൂൾ 1-ലെ കുറച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഇലക്ട്രിക് ലൈറ്റ് ഫിക്സ്ചർ ഓഫ് വെയിറ്റ് 15 ന്യൂട്ടൺ ഹാങ്സ് ഫ്രം എ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഹാങ് ചെയ്യുന്നുണ്ട്. ഒരു ബൾബ് ഇലക്ട്രിക് ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട് അല്ലെ, ബൈ 2 സ്ട്രിങ് അല്ലെ. സി എന്ന പോയിന്റിൽ ബൈ 2 സ്ട്രിങ് AC ആൻഡ് BC. AC എന്ന് പറയുന്നത് ഇതാണ് AC കണ്ടോ, A ഇവിടെയുണ്ട്, C ഇവിടെ ഉണ്ട്. അപ്പൊ AC എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വഴിയും BC എന്ന് പറയുന്ന മറ്റൊരു സ്ട്രിങ് വഴിയും ഒരു ബൾബ് C എന്ന പോയിന്റിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ഫോഴ്സ് ഇൻ ദ സ്ട്രിങ് AC ആൻഡ് BC. ACയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും അതുപോലെ തന്നെ BCയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ ഇവിടെ നമുക്കറിയാം 3 ഫോഴ്സുകളാണ് വരുന്നത്. ഒന്ന് AC എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വരുന്നുണ്ട്, BCയിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ വരുന്നുണ്ട് അല്ലെ. ടെൻഷൻ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ടെൻഷൻ എന്നാണ് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം CE എന്ന് പറയുന്ന ഇവിടെ തൂക്കിയിട്ടുള്ള ഇവിടെ എന്തുണ്ട്? ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ 3 ഫോഴ്സുകൾ അല്ലെങ്കിൽ 3 ഫോഴ്സുകൾ നമുക്ക് ഇതുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, 3 ഫോഴ്സുകൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ട തിയറം എന്ന് പറയുന്നത് എന്താണ്? അത് ലാമീസ് തിയറമാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? ലാമീസ് തിയറാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഇങ്ങോട്ടും ഒരു ടെൻഷൻ, ഇതിനെ T1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ TAC എന്ന് വിളിക്കാം നമുക്ക് അല്ലെ. AC-യിൽ ഉണ്ടാകുന്ന ടെൻഷൻ ആയതുകൊണ്ട് TAC എന്ന് വിളിക്കാം. അത് BC-യിൽ ഉണ്ടാവുന്ന ടെൻഷൻ ആയതുകൊണ്ട് BC എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇവിടെ C ആണ്, ഇത് E ആണ് അല്ലെ. ഇവിടെ എന്താണ്? A ആണ്, ഇവിടെ B ആണ്. സോ ദാറ്റ് ഈസ് ഇവിടെ ഉണ്ടാവുന്ന ടെൻഷൻ, താഴത്തോട്ടുള്ള ടെൻഷൻ എത്രയും തന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയെന്ന്? TCE എത്രയും തന്നിട്ടുണ്ട്? ദാറ്റ് മീൻസ് 15 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ലാമീസ് തിയറമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താണ് ലാമീസ് തിയറം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ആംഗിളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് എത്രയാണ്? ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, 90 ഡിഗ്രിയാണ് ഇതെന്ന് പറയാം അല്ലെ. 90 ഡിഗ്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക് എത്ര വരും? ഈ ഒരു ആംഗിൾ എത്ര വരും അല്ലെ? 60 90. അപ്പൊ ടോട്ടൽ ഒരു ട്രയാംഗിളുടെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ട്രയാംഗിൾ A ഇവിടെ F ആണെന്ന് കരുതുക. ഇവിടെ എന്തുണ്ട്? F ആണെന്ന് കരുതുക. ഓക്കെ, AFC എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് F ആണെന്ന് കരുതുക. F ആണെന്ന് തൽക്കാലം കരുതുക. അങ്ങനെയാണെങ്കിൽ AFC എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ എത്രയാണ്? ട്രയാംഗിൾ AFC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോൺ ഇത് 60 പ്ലസ് 90 പ്ലസ് ഈ ഒരു ആംഗിൾ കോൺ FCA എന്ന് പറയുന്ന അല്ലെങ്കിൽ ACF എന്ന് പറയുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺ FCA എത്ര കിട്ടും നമുക്ക്? 180 മൈനസ് 60 മൈനസ് 90 വരും അല്ലെ. രണ്ടും അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി, സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ 180 60 120 120 90 പോയ എത്രയാണ്? 130 ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 30 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. 60 30 90 90 90 180. അതുപോലെ തന്നെ ഈ ആംഗിൾ നമുക്ക് അറിയാം. ഈ ആംഗിൾ എങ്ങനെ കിട്ടും നമുക്ക്? ഇത് ഇവിടെ നോക്കൂ, OD എന്ന് പറയുന്ന ഈ ഒരു ലൈന് കേട്ടോ, ഈ OD എന്ന് പറയുന്ന ലൈനും അതുപോലെ തന്നെ FC എന്ന ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പൊ പാരലൽ ലൈൻസിൽ നമുക്ക് ഇങ്ങനൊരു ബൈസെക്ഷൻ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കില്ലേ. ഇവിടുത്തെ ആംഗിളും ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 45 ആണെങ്കിൽ ഇതൊന്നും എന്ത് തന്നെ ആയിരിക്കും? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി അല്ലെ. നമുക്ക് ഇവിടെയുള്ള ആംഗിൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് ടോട്ടൽ എത്രയാണ്? ഈ ഒരു ആംഗിൾ ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലെ. ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ ദാറ്റ് മീൻസ് ഈ ആംഗിൾ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ആംഗിൾ ACE ടോട്ടൽ, അതായത് കോൺ ACE പ്ലസ്, അതായത് AC എന്ന് പറഞ്ഞതാണ് ACE, കോൺ ACE പ്ലസ് കോൺ ACF എന്ന് പറഞ്ഞ എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ACE എന്ന് പറഞ്ഞ എന്തായിരിക്കും? ACE എന്ന് പറഞ്ഞ എന്തായിരിക്കും? 180. ഓൾറെഡി ACF നമ്മൾ അവിടെ അല്ലെങ്കിൽ ACF അല്ലെങ്കിൽ FCA കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 30 ഡിഗ്രി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 30 ഡിഗ്രി കുറച്ച് എത്ര കിട്ടും നമുക്ക്? 150 ഡിഗ്രിയിൽ നിന്ന് എന്ത് കിട്ടും?
ഈ ഒരു ആംഗിൾ 150 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇതുപോലെ കണ്ടുപിടിച്ചൂടെ ടോട്ടൽ ഈ ഒരു ആംഗിളും, അതായത് FCB പ്ലസ് BC അല്ല BCE എന്ന് പറയുന്ന ആംഗിളും കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടും? 180 45 പോയാൽ മതി. 180 45 പോയാൽ എത്രയാണ്? 135 ആണ് അല്ലെ, 135 ഡിഗ്രിയാണ്. അപ്പൊ ടോട്ടൽ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ലാമീസ് തിയറം? ഇപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ട ഏതാണ്? ലാമീസ് തിയറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താണ് ലാമീസ് തിയറം എന്ന് നോക്കാം. ഇപ്പൊ ലാമീസ് തിയറം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ദർ ആർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള പോയിന്റ് ആണ്? ദേ ആർ ഇൻ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിലുള്ള ഫോഴ്സ് ആണെന്ന് കരുതുക. അപ്പൊ നമ്മളൊരു ബൾബ് തൂക്കിയിടുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം ഫോഴ്സ് അല്ലേ വരുന്നത്? എല്ലാ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സും ഈക്വൽ അല്ലേ? അതുകൊണ്ട് നമുക്കത് ഇക്വിലിബ്രിയം ഫോഴ്സ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ഇഫ് ദർ ആർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റ് O എന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ ഈച്ച് ഫോഴ്സ് വിൽ ബി, എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ P എടുക്കുകയാണ്. ഈച്ച് ഫോഴ്സ് വിൽ അല്ലെ P എടുക്കുകയാണ്. അപ്പൊ ഈച്ച് ഫോഴ്സ് P എടുക്കാം, Q എടുക്കാം, R ഞാൻ തൽക്കാലം P എടുക്കുകയാണ്. അപ്പൊ ഈച്ച് ഫോഴ്സസ് വിൽ ബി എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ P എന്ന് പറയുന്നത് എന്തായിരിക്കും? proportional ആയിരിക്കും. each forces will be proportional. Each force will be proportional to sine of the angle between other two forces. other two, ഈ P നമ്മൾ കൺസിഡർ ചെയ്താൽ other two force എന്ന് പറയുന്നതാണ് Qയും Rഉം. ഇതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ, ഏതാണ്? ബീറ്റ അല്ലെ. ബീറ്റന്റെ സൈൻ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് P is proportional to സൈൻ ഓഫ് ബീറ്റ എന്ന് നമുക്ക് എഴുതി കൂടെ. അപ്പൊ ഈ ഒരു റിലേഷനെയാണ് എന്ത് വിളിക്കുന്നത്? ലാമീസ് തിയറം എന്ന് വിളിക്കുന്നത്. അപ്പൊ ലാമീസ് തിയറം എന്താ പറഞ്ഞത്? ഇഫ് ദർ ആർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം, ഒരു പോയിന്റ് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്? ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഈച്ച് ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു, ഈച്ച് ഫോഴ്സ് P is proportional to എന്താണ്? സൈൻ വാല്യൂ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്. മറ്റു ഫോഴ്സിന്റെ സൈൻ വാല്യൂവിന്റെ ആംഗിളിന്റെ സൈൻ വാല്യൂവിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ Q പ്രൊപ്പോർഷണൽ ടു എന്ത് പറയാൻ പറ്റും? Q ആണ് പ്രൊപ്പോർഷണൽ എങ്കിലോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഫോഴ്സ് ഏതാണ്? R and P. R and P ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗാമയാണ്. ദാറ്റ് ഈസ് സൈൻ ഗാമ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് R എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? സൈൻ ആൽഫ എന്ന് എഴുതാൻ പറ്റും അല്ലെ. സൈൻ ആൽഫ എന്ന് എഴുതാൻ പറ്റും. സോ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയതിനു ശേഷം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ P ബൈ സൈൻ ബീറ്റ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതി കൂടെ. P ബൈ സൈൻ ബീറ്റ എന്ന് പറയുന്നത് ചെയ്യും? P ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ബീറ്റ. അതായത് നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇതിനെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് Q ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? Q ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ഗാമ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ R ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? നമുക്ക് എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ആൽഫ എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിങ്ങനെ നമുക്ക് അപ്പൊ P ബൈ സൈൻ ബീറ്റ ഇസ് എ കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ Q ബൈ സൈൻ ഗാമ ഇസ് എ കോൺസ്റ്റന്റ്, R ബൈ സൈൻ ആൽഫ ഇസ് എ കോൺസ്റ്റന്റ് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. സോ ഈ കോൺസ്റ്റന്റിനൊക്കെ നമുക്ക് ഒരുമിച്ച് എന്തെഴുതാൻ പറ്റും? P ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു അതുപോലെ തന്നെ Q ഡിവൈഡഡ് ബൈ സൈൻ ഗാമ ഈക്വൽ ടു R ഡിവൈഡ് ബൈ സൈൻ ആൽഫ എന്ന് എഴുതി കൂടെ. ഇതാണ് എന്ത് വിളിക്കുന്നത്? ലാമീസ് തിയറം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ലാമീസ് തിയറം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു ലോ ആണ്. ഇത് ചോദിക്കാറുണ്ട്. ലാമീസ് തിയറം എന്താണെന്ന് ചോദിക്കാറുണ്ട്. 3 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ലാമീസ് തിയറം. ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ P and Q ആണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ Q and R ഇടയിലെ ബീറ്റയാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഇതുപോലെ എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ ഈ എഴുതി വെക്കുന്നതിനെയാണ് ഈ ഇക്വേഷൻ ഇതിൽ നിന്നും ലാമീസ് തിയറത്തിൽ നിന്നും നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാമീസ് തിയറം എന്ന് വിളിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇപ്പൊ അടുത്തയിലേക്ക് പോവാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ലാമീസ് തിയറം. നെക്സ്റ്റ് അടുത്തയിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഇപ്പം ഏകദേശം ആംഗിൾ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എത്രയാണ്? ഇത് 90 ആവുമ്പോൾ ഓൾറെഡി പറഞ്ഞു 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു അല്ലെ. 30 ഇത് എത്രയാണ്? 45 ആണെന്ന് പറഞ്ഞു. ഇത് ടോട്ടൽ 180 ആകുമ്പോൾ ഇവിടെ വരെ 150 ആണെന്ന് പറഞ്ഞു. ഇത് 45 ആകുമ്പോൾ 135 ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, 135 ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. കാൽക്കുലേഷൻസ് നോക്കുമ്പോൾ ജസ്റ്റ് അതിന്റെ ഡയഗ്രാം വരയ്ക്കാം. ഇങ്ങനെയാണ് നിലവിലുള്ളത് അല്ലെ. ഇവിടെ ഒരു TAB എന്ന് പറയുന്ന ഒരു ടെൻഷൻ ഉണ്ട്. TAB എന്ന് പറയുന്ന ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ AB അല്ല TAC ആണ് അല്ലെ. TAC.
അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട് ടി ബി സി എന്ന് പറയുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ഇവിടെ താഴത്തോട്ട് ടി സി ഇ എന്ന് പറയുന്ന ടെൻഷൻ ഉണ്ട്. അത് 15 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എന്ന് പറഞ്ഞ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറഞ്ഞ എത്രയായിരിക്കും? 30 + 45 75 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 150 ഡിഗ്രി ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 135 ഡിഗ്രിയാണ്. അപ്പൊ അക്കോർഡിംഗ് ടു ദ ലാമീസ് തിയറം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി ബി സി അല്ല ടി ബി സി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ടി സി എ ടി സി ഇയും അതിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 150 അല്ലെ 150 ഈക്വൽ ടു, ഇനി ഈ ഫോഴ്സ് എടുക്കുകയാണെങ്കിലോ ടി ഏതാണ്? ടി സി എ അല്ലെ ടി സി എ ഡിവൈഡഡ് ബൈ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇവിടെ സൈൻ വേണം കേട്ടോ. സൈൻ വാല്യൂ ഓഫ് 150 ആണ്. സൈൻ ഓഫ് 135 ഈക്വൽ ടു, അതുപോലെ തന്നെ ഇനി ഇത് ടി സി ഇ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എത്രയും പറഞ്ഞിട്ടുണ്ട് 15 ന്യൂട്ടൺ. ഇതിന് ഓപ്പോസിറ്റ് ആകുമ്പോൾ സൈൻ 75. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലാസ്റ്റത്തെ ഈ രണ്ട് വാല്യൂസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക നോക്കാം. നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ടി സി എ ഡിവൈഡ് ബൈ സൈൻ 135 ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ ഓക്കെ എന്താ കിട്ടിയ? 15 ഡിവൈഡ് ബൈ സൈൻ 75 അല്ലെ സൈൻ 75. ഇപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ടി സി എ അല്ല ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങോട്ടും അല്ല ചെയ്യല. ടി സി എ ഇൻറ്റു സൈൻ 75 ഈക്വൽ ടു 15 ഇൻറ്റു സൈൻ 135 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് എന്താ വേണ്ടത്? ടി സി എ ആണ് വേണ്ടത്. ടി സി എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 15 ഇൻറ്റു സൈൻ 135 ഡിവൈഡഡ് ബൈ സൈൻ 75. ഓക്കെ, ഒന്ന് പെട്ടെന്ന് ചെയ്യൂ. കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് ആദ്യം 15 സൈൻ 135 ചെയ്യുക. ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? ഒരു 10.606 എന്നൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലെ. 10.606 ഡിവൈഡ് ബൈ സൈൻ 75. സൈൻ 75 എത്രയാണ്? അത് പറയുന്നത് 0.965 എന്നൊക്കെ കിട്ടുന്നുണ്ടാവും. 0.965. ഓക്കെ, അപ്പം 965 7 അല്ല 65. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 10.606 ഹരിക്കണം നമ്മുടെ ആൻസറും കൂടി ചെയ്യുന്ന സമയത്ത് 10.98 എന്ന് കിട്ടും. 10.98 ന്യൂട്ടൺ. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. കാരണം നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് 15 ന്യൂട്ടൺ എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ യൂണിറ്റ് തന്നെ ആയിരിക്കും? ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടി സി എ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യാനുണ്ട്? അടുത്ത ഫോഴ്സും കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അല്ല ഇവിടെ തന്നെ ചെയ്യാണ്. ഇനി അടുത്ത റിലേഷൻ എടുക്കുക. ഏതൊക്കെ റിലേഷന്? ടി ബി സി ബൈ സൈൻ 150യും 15 ബൈ സൈൻ 75 കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ടി ബി സി ടി ബി സി ഇവിടെ എഴുതുന്നുണ്ട്. ടി ബി സി ഡിവൈഡ് ബൈ സൈൻ 150 ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ സൈൻ 75. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ടി ബി സി ഇൻറ്റു സൈൻ 75 ഈക്വൽ ടു 15 ഇൻറ്റു സൈൻ 150. 15 ഇൻറ്റു സൈൻ 150 അല്ല നമ്മൾ ചെയ്യുന്നത് ടി ബി സി ഇൻറ്റു സൈൻ 150. ഓക്കെ, 1570 കറക്റ്റ് ആണല്ലോ? കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടി ബി സി ഈക്വൽ ടു 15 സൈൻ 150 ഡിവൈഡഡ് ബൈ സൈൻ 75 എന്ന് വരും. ഇതിന്റെ ആൻസർ 15 ഇൻറ്റു സൈൻ 150യുടെ ആൻസർ എത്രയാണ്? 7.5 എന്ന് കിട്ടും അല്ലെ. മുകളിൽ 7.5 എന്ന് കിട്ടും. സൈൻ 75 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.965 ആണ്. അത് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 965 അല്ലെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.76 എന്ന ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. 7.76 ന്യൂട്ടൺ.
അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് അതിന്റെ ടെൻഷൻ, ഓരോ സ്ട്രിങ്ങിലുള്ള ടെൻഷനും കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ.